നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രി നടത്തിയ പത്രസമ്മേളനം നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഫെബ്രുവരി 12 നടത്തിയ പത്രസമ്മേളനം. ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും എക്സ്പ്ലോസീവായിട്ടുള്ള, ഏറ്റവും ശക്തമായ ഭാഷയും ശക്തമായ വികാരപ്രകടനവും ഉണ്ടായിരുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു അത്. കേരളത്തിലെ രാഷ്ട്രീയ ഇക്വേഷനുമായി ചേർന്ന് പോകാത്തതുകൊണ്ട് അത് കേരളത്തിൽ വാർത്തയായില്ല, അതിൽ അത്ഭുതവുമില്ല. പക്ഷേ ശ്രീമതി സ്മൃതി ഇറാനി ഈ പറയുന്ന ഫെബ്രുവരി 12 പത്രസമ്മേളനത്തിലൂടെ രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ ഒരു പ്രദേശത്ത് തുടർച്ചയായി നടന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഈ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. അത് ഒരു സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കക്കാരായ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തിയ, അതിൽ തന്നെ സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച്, ഹിന്ദു സ്ത്രീകളായിരിക്കണം, കല്യാണം കഴിഞ്ഞവരായിരിക്കണം, സൗന്ദര്യമുള്ളവരായിരിക്കണം, അങ്ങനെയുള്ളവരെ തിരഞ്ഞുപിടിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായി, വളരെ വ്യവസ്ഥാപിതമായി കൂട്ട ബലാത്സംഗം കാലങ്ങളായി നടത്തുന്ന ഒരു അധമനെക്കുറിച്ചാണ് ശ്രീമതി സ്മൃതി ഇറാനി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. മമതാ ബന്ദോപാധ്യായ എന്ന് മമതാ ബാനർജിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട്, ബന്ദോപാധ്യായ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് വൽക്കരണമാണ് ബാനർജി, പലർക്കും അറിഞ്ഞുകൂടാതെ. മുഖർജി എന്നുള്ളത് മുഖോപാധ്യായ എന്നുള്ളതാണ്. അപ്പം മമതാ ബന്ദോപാധ്യായ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഹിന്ദു സ്ത്രീകളുടെ കൂട്ടബലാത്സംഗത്തിന് ഇരയായ ഒരു അധമനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് സ്മൃതി ഇറാനി വിളിച്ചു പറഞ്ഞു. ഇതുവരെ അത് നിഷേധിക്കാനോ അത്തരം കാര്യങ്ങളിൽ ഒരു തെറ്റായ പ്രചരണമാണ് സ്മൃതി ഇറാനി നടത്തുന്നതെന്ന് പറയാനോ വെസ്റ്റ് ബംഗാൾ സർക്കാരോ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ മമതാ ബാനർജിയോ തയ്യാറായിട്ടില്ല. മറിച്ച് അവർ പറയുന്നത് നിങ്ങളിവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ സത്യം? എന്താണ് സംഭവിച്ചത്? വളരെ ചുരുക്കത്തിൽ പറയാം. 24 നോർത്ത് പർഗാന ഡിസ്ട്രിക്റ്റ്, വെസ്റ്റ് ബംഗാളിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. ബംഗ്ലാദേശ് അതിർത്തിയോടെ ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് സന്ദേശ് ഖലി എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് വളർന്നു വന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി. ഈ ഷെയ്ഖ് ഷാജഹാനാണ് ഈ പറയുന്ന അധോലോകത്തിൻ്റെ തലവനായി അവിടെ മാറിയതും മമതാ ബാനർജിയുടെ TMC, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആ പ്രദേശത്തെ നേതാവായി മാറിയതും. ഇയാൾ വളരെ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് കയറി വന്ന വ്യക്തിയാണ്. 2004 ഇയാൾ രാഷ്ട്രീയത്തിൽ തന്നെ വരുന്നത്. അതിനു മുമ്പ് ഇയാൾ ഒരു സാധാരണക്കാരനായിരുന്നു. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവസാനം ഗുണ്ടയായി മാറി, ഗുണ്ടാപ്പടയുണ്ടായി. ഈ ഗുണ്ടാപ്പടയെ അന്ന് സഹായിച്ചത് അന്ന് ഭരണത്തിലിരുന്ന CPM തന്നെയാണ്. CPMനെ നമുക്കെല്ലാവർക്കും അറിയാം. CPMൻ്റെ വെസ്റ്റ് ബംഗാളിലെ പതനത്തിനും അസ്തമനത്തിനും കാരണമായത് ഈ പറയുന്ന ഗുണ്ടാസംഘങ്ങൾ തന്നെയാണ്. ഇവർ പോറ്റി വളർത്തിയ ഗുണ്ടാസംഘങ്ങളും അവരുമായി കൈകോർത്ത പാർട്ടി നേതാക്കളുമാണ് വെസ്റ്റ് ബംഗാളിൽ യഥാർത്ഥത്തിൽ CPMന് കോടാലിയായി മാറിയത്. നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് ഇപ്പോൾ TMCയും ആവർത്തിക്കുന്നതെന്ന് ചുരുക്കം. TMCയുടെ നേതൃത്വത്തിലുള്ള ഈ ഗുണ്ടാസംഘം തിരഞ്ഞു പിടിച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നത്? ഇത് എത്ര കാലമായി തുടരുന്നു? ഇത് വർഷങ്ങളായി തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഷെയ്ഖ് ഷാജഹാൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം ആ പ്രദേശത്തുള്ള ജനങ്ങളെ അടിച്ചമർത്തുകയാണ്. അടിച്ചമർത്തി, എല്ലാ അർത്ഥത്തിലും അവരെ അടിച്ചമർത്തിയാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. ഈ അടിച്ചമർത്തലിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ ലൈംഗിക അതിക്രമവും. വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ പുറത്തു വന്നത്? എന്തുകൊണ്ട് ഇത്രയും കാലം ജനങ്ങൾ മിണ്ടിയില്ല? ഇത് പുറത്തു വന്നതിന് കാരണം ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അത്ഭുതം തോന്നും, ED ആണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെയാണ് പശ്ചിമ ബംഗാളിലും ഈ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ജനങ്ങളുടെ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ, രാജ്യത്തിൻ്റെ സമക്ഷം കൊണ്ടുവന്നതിന് കാരണമായത്. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെയ്ഖ് ഷാജഹാനെ പൊതുവിതരണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി റെയ്ഡ് ചെയ്യുന്നു ED. റെയ്ഡിന് വേണ്ടി അവിടെ ജനുവരി 7 എത്തിയ ED ഉദ്യോഗസ്ഥന്മാരെ നേരിട്ടത് ഷാജഹാൻ്റെ
ഗുണ്ടാ സംഘമാണ്. ഇഷ്ടികയും കമ്പിപ്പാരയും ഒക്കെ ഉപയോഗിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരെ നേരിടുകയും 3 ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലും സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെയാണ് ഈ വിഷയം ഒരു രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് മാറുന്നത്. ഇതിനുശേഷം ഷാജഹാൻ ഒളിവിൽ പോവുകയാണ്. ഷാജഹാൻ ഒളിവിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് ഒരു പക്ഷേ ശ്വാസം നേരെ വീണത്. കാരണം ഇതിനു മുമ്പ് ഷാജഹാനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച സകല ആൾക്കാരെയും അയാൾ ഒന്നുകിൽ കൊന്നുകളയുകയോ അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഓടിക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് ഷാജഹാൻ്റെ ശക്തിയാണ്. ആ ശക്തിക്ക് പിന്നിൽ TMC ആണ്, ശ്രീമതി മമതാ ബാനർജിയുടെ ഭരണകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഒരു പക്ഷേ നിങ്ങൾ UPയുടെയും ബീഹാറിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കാണുന്ന ചില ഹിന്ദി സിനിമകളുടെയും ഹിന്ദി വെബ് സീരീസുകളുടെയും ഒക്കെ അതേ കഥയാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് UPയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. വളരെ വ്യക്തമാണ് UP സർക്കാരിൻ്റെ നിലപാട്. അത് പലരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഈവൻ ചിലരെ എൻകൗണ്ടറിൽ പോലും വെടിവെച്ച് കൊന്നു എന്ന് ആരോപണമുണ്ട്. അങ്ങനെ ഗുണ്ടാ നേതാക്കന്മാർക്ക് നരകതുല്യമായ ഒരു അവസ്ഥയാണ് ഇന്ന് UPയിലുള്ളതെങ്കിൽ ഇത്തരം ഗുണ്ടാ നേതാക്കന്മാർ അങ്ങേയറ്റം സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കുകയും ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ ഇത് കേരളത്തിൽ ആരും പറയില്ല. കാരണം നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ഇക്വേഷൻ തന്നെയാണ്. കേരളത്തിൽ മാത്രമാണ് ഈ പറയുന്ന ഷാജഹാൻ്റെ ഗുണ്ടാ സംഘം അടിച്ചമർത്തിയ മിക്കവാറും എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും ഈവൻ ജാതി ശ്രേണിയിലും സാങ്കല്പികമായ ജാതി ശ്രേണി, ആ ജാതി ശ്രേണിയിൽ പോലും ഏറ്റവും താഴത്തെ നിലയിലുള്ളവരാണ്. അതിൽ മത്സ്യബന്ധന നടത്തുന്ന ആൾക്കാരുണ്ട്, SC/ST വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അതേപോലെ തന്നെ ഫാമിംഗ് കമ്മ്യൂണിറ്റി, കർഷകരായിട്ടുള്ള ജനങ്ങളുണ്ട്. എന്തായാലും സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തതെന്ന് വേണം കരുതാൻ. കൂട്ടബലാത്സംഗത്തിന് ഇവർ ഭർത്താക്കന്മാരോട് പറയും അത്രേ, നിങ്ങൾക്ക് ഭർത്താവായിട്ട് അവിടെ ഇരുന്നാൽ മതി, ഈ സ്ത്രീകളുടെ മേലുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്നാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ പറയുന്നത്. ഈ സ്ത്രീകളോട് പറയുന്നത്, അത് സ്മൃതി ഇറാനി തന്നെ ആ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു. സ്ത്രീകളോട് പറയുന്നത്, ഞങ്ങൾക്ക് എത്ര വരെ തൃപ്തി വരുന്നോ അത്രയും സമയം അല്ലെങ്കിൽ അത്രയും ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങിത്തരണമെന്നാണ്. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുമോ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോ എന്ന ചോദ്യത്തിന് മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഇതിപ്പോഴും നടക്കും എന്നതാണ് ഉത്തരം. എന്തായാലും ഷാജഹാൻ ഒളിവിൽ പോയി കൃത്യം 1 മാസത്തിന് ശേഷം ഫെബ്രുവരി 7-ാം തീയതിയാണ് ജനങ്ങൾ ഷാജഹാനെതിരെയും TMC ഗുണ്ടകൾക്കെതിരെയും നിരത്തിലിറങ്ങിയത്. അതോടെ വലിയ പ്രശ്നമായി. പോലീസ് അവരെ ശക്തമായി നേരിട്ടു. പല സ്ത്രീകൾക്കും പല സാധാരണക്കാർക്കും വലിയ തോതിൽ പോലീസ് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി അവിടെ വന്നിരിക്കുകയാണ്. ഷാജഹാൻ ഇപ്പോഴും ഒളിവിലാണ്. ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശം ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതാണ്. കാലങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ ഷാജഹാനെ പോലുള്ള ഗുണ്ടാ സംഘങ്ങൾക്ക്, ഷാജഹാൻ്റെ ഗുണ്ടാ സംഘം ഒറ്റപ്പെട്ടതല്ല, വേറെയും ഗുണ്ടാ സംഘങ്ങൾ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ ബംഗ്ലാദേശിലുള്ള ഇസ്ലാമിക തീവ്രവാദി പ്രസ്ഥാനങ്ങളുമായും രാജ്യവിരുദ്ധ ശക്തികളുമായും പാകിസ്ഥാൻ സ്പോൺസേഡായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായും ശക്തമായ ബന്ധമുണ്ട്. ഈ ബന്ധമൊന്നും അറിയാത്ത ആളല്ല ശ്രീമതി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരും. പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പണം കൊണ്ടുവരുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ, ശക്തമായ സാന്നിധ്യമുള്ളവർ എന്നുള്ള നിലയിൽ ഇവരുടെ എല്ലാ ഗുണ്ടായിസവും എല്ലാ വൃത്തികേടുകളും അംഗീകരിച്ചു കൊടുക്കുകയാണ് ബംഗാളിലെ ഭരണകൂടം. അതിനെതിരെ ശക്തമായിട്ട് തന്നെ ഇപ്പോൾ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സന്ദേശ് ഖലി എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുകയും അവിടെ സാധാരണക്കാരായ ജനങ്ങളെ, സമരം നടത്തുന്ന ജനങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധ ശക്തികൾ നടമാടുന്ന ഒരു പ്രദേശമായി മാറുകയാണ് പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം. ആ സംസ്ഥാനത്ത് വലിയ തോതിൽ അക്രമവും അതേപോലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടായിസവും അഴിച്ചുവിട്ട് CPM ഭരിച്ചപ്പോൾ ആ ഭരണത്തെ ഇല്ലാതാക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചു. ആ ഭരണത്തെ എടുത്ത് ദൂരെ കളയാൻ അവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ തുടക്കമാണ് സന്ദേശ് ഖലിയിൽ കണ്ടത്. തീവ്രവാദികളെയും ഇസ്ലാമിസ്റ്റുകളെയും രാജ്യവിരുദ്ധ ശക്തികളെയും കൂടെ കൂട്ടി ഭരണം എക്കാലത്തും തുടരാമെന്നുള്ള മമതാ ബാനർജിയുടെ മോഹത്തിനും ആഗ്രഹങ്ങൾക്കും
ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി സന്ദേശ് ഖലി മാറുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നന്ദിഗ്രാം CPM എന്തായി മാറിയോ അതുതന്നെയായിരിക്കും തൃണമൂൽ കോൺഗ്രസ്സിന് സന്ദേശ് ഖലി നൽകുന്ന സന്ദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.